ഈ ചെറിയ കാലയളവിൽ റിജാനയിൽ മാത്രമല്ല സസ്കാച്ചുവാനിലുടനീളം പടർന്നു പന്തലിച്ച മലബാറി കഫേയുടെ അടുക്കളയിലേക്ക് ഒരു എത്തിനോട്ടം. അതെ, ഇന്നത്തെ ചിക്കൻ കറിക്കുള്ള കോഴിയെ കൂട്ടിൽ നിന്ന് ഇറക്കിയോ? കോഴിയാണ്ട് പറമ്പി കിടന്നു കൊടുക്കും. നല്ല ചെയ്യട്ടെ, അപ്പൊ കൊല്ലാൻ എളുപ്പമാവും. അതെങ്ങനെ? എടി മണ്ടി, അത് നിനക്കറിയത്തില്ലേ? നമ്മളൊക്കെ കാനഡയ്ക്ക് വണ്ടി കയറിയത് കോടികൾ ഉണ്ടാക്കി ചാക്കി കെട്ടി വെക്കാൻ ഓർത്തല്ലേ. പക്ഷേ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഡിഷ് വാഷർ പണിയെടുത്ത് കല്യാണ മോതിരം തേഞ്ഞു തീരും. കെട്ടുകാടെല്ലാം കാലിയാണ്. ഈ കൊടുന്നടപ്പിൽ ജീവിച്ച് വാദം, ഡിപ്രഷൻ, ആൻസൈറ്റി, ചിലർക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ക്ലീൻ ചെയ്ത് വീണ്ടും ക്ലീൻ ചെയ്ത് ഓസി. ഇതേപോലെ എന്തൊക്കെയോ പ്രതീക്ഷകളുമായാണ് ആ കോഴി ഓടുന്നത്. അതിന് ഇപ്പം ഡിപ്രഷൻ വന്നു ഒരു സ്ഥലത്ത് അതും ഇരിക്കും. അപ്പം ഞാൻ ഇന്ന് ചെല്ലും. അപ്പോൾ എന്നെ ഒന്ന് കൊന്നു തരുമോ എന്ന അർത്ഥത്തിൽ എന്നെ ഒന്ന് നോക്കും. ആ സമയത്ത് നൈസായിട്ട് ഞാൻ അതിനെ അങ്ങ് കൊല്ലും. മനുഷ്യ, നിങ്ങളുടെ ഒടുക്കത്തെ ഒരു ബുദ്ധി. എന്നാൽ ഞാൻ കോഴിയെ റെഡിയാക്കിക്കൊണ്ട് വരാം. കോഴി റെഡി, ഇനി ചട്ടിലാക്കിയാൽ മതി. അതെ മനുഷ്യ, നിങ്ങൾ ആ കോഴിക്കറി ഒന്ന് വയ്ക്കാമോ? ഞാൻ കുറച്ച് യോഗ ചെയ്തിട്ട് വരാം. ചിക്കൻ മസാല. ആകാശവാണി മദ്രാസി കലാരംഗം. ഇന്നത്തെ കലാരംഗത്തിൽ ആദ്യം പാചകമാണ്. കോഴിക്കറികൾ എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് വിഷയം. ആദ്യമായി ചിക്കൻ മസാല. കോഴിയെ നന്നായി കഴുകി വൃത്തിയാക്കുക. ആവശ്യത്തിനുള്ള മുളക്, മല്ലി, കുരുമുളക്, കറി മസാല, ഇഞ്ചി, ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക് ഇവ റെഡിയാക്കി അടുത്ത് വയ്ക്കുക. മുളക്, മല്ലി, കറി മസാല, വെളുത്തുള്ളി ഇവ നന്നായി അരച്ചെടുക്കേണ്ടവയാണ്. ഉപ്പിനെ കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നില്ല, പക്ഷെ അത് ഇടേണ്ടപ്പോൾ കറിയിലിടാൻ മറക്കുന്നു. ഇനി കോഴിയെ കയ്യിലെടുക്കുക. ഇനി മെല്ലെ ശ്വാസം അടച്ചേക്ക് കൊടുക്കുക. കൈകൾ ഇരുവശത്തേക്ക് അടക്കുക. ശ്വാസം മെല്ലെ വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. എന്നിട്ട് കാലുകൾ ഇരുവശത്തേക്ക് അടക്കുക. കൈക്ക് മുകളിലേക്ക് വീണ്ടും താഴേക്ക് കൊണ്ടുവരിക. വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വരിക. കാലുകൾ രണ്ടും തറയിൽ ഉറപ്പിച്ച് ഉയർന്നു നിൽക്കുക. കൈകൾ മുന്നിലേക്കും പിന്നിലേക്കും കറക്കുക. അതുപോലെ തലയും കൈക്ക് ലൂസാക്കി കറക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതാണ് സ്വാദിഷ്ടമായ ചിക്കൻ മസാല. ഇനി വൃത്തിയായ പാത്രത്തിൽ സാലഡുകളോടൊപ്പം വിളമ്പാൻ മാത്രമാണ്. ഇന്നത്തെ പാചകലോകം ഇതോടെ അവസാനിക്കുന്നു. എടിയേ, നിനക്ക് കോഴിക്കറി തന്നെ വേണമെന്നുണ്ടോ? കോഴി പുഴുങ്ങിയതാണേലും മതിയോ? നീ എവിടെ പരിപാടി ഓടിപ്പിച്ചാലും ഇത് വിധി. പറഞ്ഞോളൂ. ഹലോ ശ്യാമേച്ചി, ഇന്ന് ഏതാ മീൻ? ഇതൊക്കെ ചോദിക്കണ്ടേ? പിന്നെ നല്ല പിടയ്ക്കുന്ന മത്തിയുണ്ട്. 10 കൊല്ലം മുന്നേ പഠിച്ചത് 20 രൂപ, 5 കൊല്ലം മുന്നേ പഠിച്ചത് 30 രൂപ. ഹൈഡിമാന് കഴിഞ്ഞ വർഷം കിടന്ന് പഠിച്ചതിനാ. അതിന് കിലോയ്ക്ക് വെറും 45 ഡോളറേ ഉള്ളൂ. ഏത് വേണം? ഓ, പിടച്ചില്ലേ, കുഴപ്പമില്ല. ആ 10 കൊല്ലം മുന്നേ ചത്തത് മതി. ആയിക്കോട്ടെ.
മുള്ള കഴിച്ചു പോയി കാണും കേട്ടോ. അല്ലേലും മുള്ള് കളയാനുള്ളതല്ലേ. മുള്ളില്ലേലും ഇറച്ചി ഉണ്ടാവുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും. പിന്നെ ശ്യാമേച്ചി, ലാസ്റ്റ് വീക്കെൻഡ് സ്പെഷ്യലിലെ കപ്പയും എല്ലും അത് ബീഫ് കിട്ടിയതേ ഇല്ല കേട്ടോ. ശ്ശോ, എന്റെ കുട്ടി, എന്തായത്? എന്തായിരുന്നു ലാസ്റ്റ് വീക്കെൻഡ് സ്പെഷ്യല്? ഒന്ന് പറഞ്ഞേ. കപ്പയും എല്ലും നിനക്ക് കപ്പ കിട്ടിയോ? കിട്ടി. എല്ല് കിട്ടിയോ? കിട്ടി. പിന്നെ എന്താ പ്രശ്നം? അതല്ലേ ഞാൻ തരാൻ പറഞ്ഞത്. എന്താ ഈ കുട്ടി ഇങ്ങനെ? എന്നാ ശരി, നാളെ ഫിഷ് കുക്ക് ചെയ്യാം. നമസ്കാരം, മലബാർ കഫേ ശ്യാമേച്ചിയാണ്. അടുത്ത വീക്കെൻഡ് സ്പെഷ്യല് എന്താണെന്ന് അറിയോ? നല്ല തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയും തൈരും ഉപ്പും മുളക് പൊട്ടിച്ചതും പിന്നെ പഴങ്കഞ്ഞിയും. ഫ്രൈഡേ രാത്രി 12 മണിക്ക് മുമ്പ് ഓർഡർ ചെയ്ത് പേ ചെയ്യുന്നത് കേട്ടോ. സാറ്റർഡേ ആണ് പിക്കപ്പ്, അത് 7 മണിക്കാണ്. മറക്കണ്ട, ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തോളൂ. ഓ, ആ വീഡിയോ അത്ര നമുക്ക് ശരിയായില്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടി എടുക്കാം. ഒരു വീഡിയോ എടുക്കാനും സമ്മതിക്കത്തില്ല. അപ്പോഴേക്കും ഫോണല്ല. പറഞ്ഞോളെ. ശ്യാമേച്ചി, നിങ്ങളൊന്ന് വേഗം വായോ. എന്തു പറ്റി? അങ്ങനെ നടക്കാൻ പറ്റില്ല ചേച്ചി. നിങ്ങൾ കഴിഞ്ഞ ദിവസം കൊണ്ട് എല്ലാം ഒത്തുതീർപ്പാക്കി തന്നതല്ലേ. വീണ്ടും തുടങ്ങി ഉപദ്രവം, വഴക്ക്. ഇവിടെ ഒരു വഴക്കാണ്. ചേച്ചി ഒന്ന് വായോ പ്ലീസ്. ഹൈ, നിങ്ങളല്ലേ ഇന്നലെ ടൈറ്റാനിക്കിലെ ജാക്കിനെ റോസിനെ പോലെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തേ? അതിന്റെ ഇടയ്ക്ക് ഇന്ത്യയിൽ തല്ലുവായോ? ഇത് എന്താണ്? നിങ്ങളൊരു സോഷ്യൽ വർക്കറല്ലേ ചേച്ചി? കണ്ണറിയാവോ പ്ലീസ്. ശ്യാമേച്ചി, ഈ ചിക്കൻ ഒന്ന് അടുത്ത് ഇട്ടേച്ച് ഓടി വരാം. ഓക്കെ, ബൈ. ചേട്ടാ, ഈ കോഴിക്കറി ഒന്ന് നോക്കിക്കണേ. ഞാനിപ്പോ വരാം. ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. എന്താ ഇതിപ്പോ ഞാൻ ജാക്കിനെ രക്ഷിക്കണം, റോസിനെ രക്ഷിക്കണം, അത് ടൈറ്റാനിക്കിനെ രക്ഷിക്കണം? ആ, എന്തായാലും എല്ലാവരും രക്ഷിക്കാം. അതാണല്ലോ എൻ്റെ ജോലി. അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യാം. ഹലോ, പോകാൻ വരട്ടെ. ഞാൻ കൊച്ചിൻ ഷാൽ ടീച്ചർ യൂട്യൂബ് ചാനലിൽ നിന്നാണ് നിങ്ങളുടെ പ്രോഗ്രാം സ്കിറ്റ് കണ്ടു. ഇതിൻ്റെ തീം വളരെ മനോഹരമായിരിക്കുന്നു. ഇതെങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തത്, അല്ലെങ്കിൽ ഇതിൻ്റെ സിറ്റുവേഷൻ ഒന്ന് പറയാമോ? നമ്മൾ ആക്ച്വലി ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് നമ്മുടെ കേരള കഫേയാണ്. കേരള കഫേ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമാണ്. ഇവിടെ ചെറിയ രീതിയിൽ തുടങ്ങി ഇപ്പോൾ ഇവിടെ മുഴുവൻ ഒട്ടുമിക്ക എല്ലാവർക്കും നല്ലപോലെ അറിയാവുന്ന നമ്മുടെ സ്വന്തം കേരള കഫേയാണ്. അപ്പോൾ സ്വപ്നേച്ചിയാണ് ഇതിൻ്റെ ആള്. അപ്പോൾ സ്വപ്നേച്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് അവതരിപ്പിക്കാൻ ശ്രമിച്ചതാണിത്. അതാണ് അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ്. സ്വപ്നേച്ചിയും മനുഷ്യനും പ്രസന്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. എല്ലാവരും മലബാർ കഫേയെ കോൺടാക്ട് ചെയ്യുക. തീർച്ചയായിട്ടും. എൻ്റെ യൂട്യൂബ് ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ കൊച്ചിൻ ഷെയിൽ ടീച്ചർ, അത് ഫോളോ മൈ ഇൻസ്റ്റാഗ്രാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഷാനൽ ടീച്ചറിനെ ഫോളോ ചെയ്യണം. താങ്ക് യു. ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ. അപ്പൊ ഇനി നല്ല ചിക്കൻ കറി വേണമെങ്കിൽ കേരള കഫേന്ന് ആയിടയിൽ നിന്നും മേടിച്ചാൽ മതി. ദേവിക, ഇനി നമുക്കൊരു കുട്ടി ഗാങ്ങിന്റെ സോങ് കേട്ടാലോ? ഇതിന് സ്വപ്നേച്ചി തന്നെ